കലകൾക്ക് ഒരു നല്ല വിദ്യാലയം തുടങ്ങാൻ നാസർ ഭായ്, നിങ്ങളൊക്കെ അതിൻ്റെ ബോസ് എന്നാണ് വിളിക്കുക, നാസർ ഭായ് തീരുമാനിച്ചത് അങ്ങേയറ്റം സംസ്കാരപൂർണമായ ഒരു കാര്യമായി എന്ന് അഭിമാനത്തോടുകൂടി പറയണം. അതും ഈ നവരാത്രിക്കാലം കലകളുടെ കാലമാണ്. 9 ദിവസവും മിക്കവാറും സാംസ്കാരിക കേന്ദ്രങ്ങളിൽ, ക്ഷേത്രങ്ങളിൽ പലതരം കലകളുടെ അഭ്യസനവും പ്രകടനവും നടക്കും. നർത്തകർ, പാട്ടുകാർ, എല്ലാതരം കലാകാരന്മാരുടെയും ഈശ്വരാരാധന നടക്കുന്നത് കലകളിലൂടെയാണ്. കലകൾക്ക് ഒരു ഈശ്വര ശക്തിയുണ്ട്. നമ്മൾ നാദബ്രഹ്മം എന്നാണ് പറയുന്നത്. സംഗീതം ഈശ്വരനാണ്, നാദബ്രഹ്മം. കലകളുടെ മുഴുവൻ അധിനായികയായിട്ടാണ് നമ്മൾ സരസ്വതി ദേവിയെ സങ്കല്പിക്കുന്നത്. സരസ്വതി ദേവി കലകളുടെയും വിദ്യയുടെയും അധിഷ്ഠാന ദേവതയാണ്. ഇപ്പൊ നവരാത്രി കാലം സരസ്വതി പൂജയാണ്, ദുർഗാ പൂജയാണ്. 3 ഭാവങ്ങളിൽ, ദുർഗാഭാവത്തിലും ലക്ഷ്മി ഭാവത്തിലും സരസ്വതി ഭാവത്തിലും ആദിപരാശക്തിയായ ജഗദംബ എന്നാണ് സങ്കല്പം. ലോകത്തിന്റെ മുഴുവൻ മാതാവ്. നമുക്കൊക്കെ സ്വന്തം അമ്മമാരുണ്ട്, ഉമ്മമാരുണ്ട്. എന്നാൽ ഒരു ഗ്രാമത്തിന്, ഒരു നാടിന് മാതൃസങ്കല്പം. അതാണ് പൊന്നാനിയിൽ തൃക്കാവ് ദേവീക്ഷേത്രം. സാമൂതിരി മഹാരാജാവിന്റെ 2ാം തലസ്ഥാനമായിരുന്നു തൃക്കാവ്. അന്ന് തൃക്കാവ് ക്ഷേത്രം അദ്ദേഹത്തിന്റെ പരദേവതയായിരുന്നു. സാമൂതിരി രാജാവ് ഒരു ഔചിത്യമുണ്ട്, അദ്ദേഹത്തിന്റെ പരദേവതാ സ്ഥാനമാണ്. എന്ന് മാത്രമല്ല, എല്ലാ വിഭാഗങ്ങൾക്കും അമ്മയാണ്. തൃക്കാവ് ദേവി ഏതെങ്കിലും ഒരു വിഭാഗത്തിന്റെ മാതാവല്ല. ഈ പ്രദേശത്തെ സമസ്ത മനുഷ്യരുടെയും സമസ്ത ജീവരാശികളുടെയും സമസ്ത സസ്യങ്ങളുടെയും സമസ്ത അജകളുടെയും ജീവനില്ലാത്തവരുടെ അവയുടെ കൂടി മാതാവായിട്ടാണ് അമ്മയെ സങ്കല്പിക്കുന്നത്. ഇന്നലെ അദ്ദേഹത്തിന്റെ അമ്പലത്തിലെ മുഴുവൻ കാര്യങ്ങളിലെയും ചെലവ് വഹിച്ചത് നാസർ ഭായ്. ഇത് പൊന്നാനിയുടെ ഒരു സംസ്കാരമാണ്. ഇവിടുത്തെ പള്ളികളും അമ്പലങ്ങളും, ക്രിസ്ത്യൻ പള്ളിയായാലും മുസ്ലിം പള്ളിയായാലും അമ്പലമായാലും എല്ലാവരുടേതുമായിരുന്നു. ഞാനൊക്കെ കിണർ സ്റ്റോപ്പിൽ ഇറങ്ങി, ഞാനും ദേവനൊക്കെ കോളേജ് ബന്ധിച്ച് പഠിച്ചാൽ അന്ന് കിണർ സ്റ്റോപ്പിൽ ഇറങ്ങി വെള്ളിച്ചുമാരത്ത് പള്ളി വലം വെച്ച് അങ്ങനെ ആനപ്പള്ളിയിലേക്ക് പോയി നടന്നൊക്കെ കോളേജിലേക്ക് പോയി. അക്കാലത്ത് ആ പള്ളിക്ക് ചുറ്റും സൂഫി വര്യന്മാരായ അനേകം ആളുകൾ പടിഞ്ഞാറ് മക്കയിലേക്ക് ദൃഷ്ടിയൂന്നി ഈ ദസ്വി ഇങ്ങനെ തെരുപ്പിടിച്ചുകൊണ്ടിരിക്കുന്നതാണ്. മഹാസന്യാസി വര്യന്മാരായ സൂഫി വര്യന്മാരെ ഞാൻ എൻ്റെ ചെറിയ പ്രായത്തിൽ കണ്ടത് വലിയ ജുമാഅത്ത് പള്ളിയാണ്. വലിയ ജുമാഅത്ത് പള്ളി ഷെയ്ഖ് സൈനുദ്ദീൻ മഖ്ദൂം ഒന്നാമത് സ്ഥാപിച്ചതാണ്. മഖ്ദൂം പരമ്പരകൾ ഇവിടെ നൽകിയത്, ആത്മീയം സ്ഥാപിച്ചത് ചരിത്രപരമായി ഒരു മഹത്തായ പ്രവർത്തനമായി എന്ന് യാതൊരു സംശയവുമില്ലാതെ അദ്ദേഹത്തെ നിരുപാധികമായി പ്രശംസിച്ചുകൊണ്ട് അഭിനന്ദിച്ചുകൊണ്ട് പറയാൻ ഈ അവസരം ഞാൻ ഉപയോഗിക്കുന്നു. കലകൾ മനുഷ്യരെ നല്ലവരാക്കും. കലകൾ പരിശീലിച്ചാൽ നമ്മുടെ കുട്ടികൾ നല്ല മനുഷ്യരാണ്. കലകൾ പരിശീലിക്കുന്നവർ മറ്റൊന്നുമായില്ലെങ്കിലും ക്രിമിനലുകളായി മാറുകയില്ല. ഞാൻ 3 വീണ ഇവിടെ ഇരിക്കുന്നത് കണ്ടു. ഈ വീണയുടെ ശബ്ദം ഒരു വീണയിൽ നിങ്ങൾ നീട്ടിയാൽ സാമഞ്ജസ്യം എന്ന ഗുണം, ഒരേ ശ്രുതിയിൽ വീണകൾ ശ്രുതി ചേർത്ത് വെച്ചാൽ 100 വീണ ഉണ്ടെങ്കിലും ഒരു വീണയിൽ ശ്രുതി നീട്ടിയാൽ മറ്റു വീണകളൊക്കെ തനിയെ പാടാൻ തുടങ്ങും. അതാണ് സഹൃദയത്വം. ഒരാൾ പാടുമ്പോൾ ഉച്ചത്തിൽ പാടുന്നില്ലെങ്കിലും ഹൃദയത്തിൽ ആളുകൾ പാടും. ഈ പാട്ട് നമ്മളെ ഒന്നിപ്പിക്കും. അവിടെ ജാതിയില്ല, മതമില്ല, വർണ്ണമില്ല, വർഗമില്ല. പക്ഷി മൃഗാദികൾ പോലും പാട്ട് കേൾക്കും. ശ്രീകൃഷ്ണന്റെ ഓടക്കുടൽ കേട്ട് പശുക്കൾ പോലും നിർനിമേഷരായിട്ട് നിന്നിരുന്നു. ഇന്ത്യൻ സംസ്കൃതിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗം ഈ സംഗീതമാണ്. ബിസ്മില്ലാ ഖാൻ മരിക്കുന്നത് വരെ കാശി വിശ്വനാഥ ക്ഷേത്രത്തിൽ ഷഹനായി വായിച്ചിട്ടുണ്ട്. അദ്ദേഹം അറിയാവുന്ന കാര്യം, കാശി വിശ്വനാഥ ക്ഷേത്രത്തിൽ മരണം വരെ ഷഹനായി വായിച്ചിരുന്നത് ബിസ്മില്ലാ ഖാൻ. ആ പേര് കേട്ടാണെന്നറിയാം. അലാവുദ്ദീൻ ഖാൻ തന്റെ മകൾക്ക് പേരിട്ടത് അന്നപൂർണാദേവി എന്നാണ്. ഇന്ത്യയുടെ സംസ്കാരമായിരുന്നു. അലാവുദ്ദീൻ ഖാൻ മകൾക്ക് പേരിട്ടത് അന്നപൂർണാദേവി എന്നാണ്. അന്നപൂർണാദേവി അദ്ദേഹം കല്യാണം കഴിച്ചു കൊടുക്കുന്നത് പണ്ഡിറ്റ് രവിശങ്കർ അല്ലെ. കലകൾക്ക് ജാതിയും മതവുമില്ല. അതാണ് നാസർ ഭായ് ഇവിടെ കാണിച്ചു എന്നൊരു മാറ്റം. എനിക്ക് അദ്ദേഹത്തോട് ഇഷ്ടം അതാണ്. കാരണം ഒരു മതാതീതമായ മാനവികത കലകളിലൂടെ, അദ്ദേഹം നല്ല സംഗീത പ്രണയാണ്.
നാസർ ഭായി അറിയുന്നവർക്കറിയാം പാട്ടിൽ ഇത്ര പ്രണയമുള്ളവരാണ്. പാടുകയും ചെയ്യും, സുഖമായിട്ടില്ല, പക്ഷേ സുഖമായിട്ട് പാടും. എല്ലാ പാട്ടുകാരെയും ഇഷ്ടമാണ്, ആദരിക്കും. ഇപ്പൊ ഞങ്ങളെയൊക്കെ വിളിക്കുന്നതിന്റെ താല്പര്യമാണ്. നിർബന്ധമായിട്ടും ആലക്കോട്ട് വരണമെന്ന് റിനിയെ പറഞ്ഞേൽപ്പിക്കും. റിനി ഒരു സ്വരൂപല്ലേ ഒന്നേ പറ്റൂ എന്ന് പറയും. അപ്പൊ വരാതിരിക്കാൻ പറ്റില്ല. അങ്ങനെയാണ് ഞങ്ങൾക്ക് വന്നത്. കാരണം നാസർ ഭായി എന്ന പരമസ്നേഹസ്വരൂപനായ ഒരു സ്നേഹിതൻ ഞങ്ങളൊക്കെ ഹൃദയത്തിന്റെ അടുത്തുള്ള സ്വന്തം സഹോദരനെ പോലെ ഒരാപത്ത് വന്നാൽ കൂടെ ഉണ്ടാകുമെന്നുള്ള ഉറപ്പുള്ള, നല്ലത് വന്നാലൊക്കെ കവിതയാണ് കൂടുതലുണ്ട്, കൂടെ ഉണ്ടാവും. ആപത്ത് വന്നാലും കൂടെ ഉണ്ടാകുമെന്ന് എനിക്ക് ഉറപ്പുള്ള ഒരാളാണ് നാസർ ഭായ് എന്ന ബോസ്. അപ്പൊ അദ്ദേഹം ചെയ്ത ഈ മഹത്തായ സേവനം ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കുക.